ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്നൊരു വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നോ. വേറൊന്നുമല്ല, ഇത് പറഞ്ഞിട്ട് വൈറലാവാനും അല്ലെങ്കിൽ ഇത് വെച്ചിട്ടൊരു കണ്ടന്റ് ഉണ്ടാക്കാനോ വേണ്ടി വന്നതല്ല ഞാൻ. ഇത് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോയുടെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഞാൻ കണ്ടു. പോസിറ്റീവ് കമൻസ് അതിനേക്കാൾ ഏറെ ഉണ്ട് കേട്ടോ. വലിയ സന്തോഷമാണ് അത്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ തിരോധാനം, അല്ലെങ്കിൽ ആ ഒരു പേരൻസിന് നഷ്ടമായ ആ കുട്ടിയെ 10 വർഷമായിട്ട് കാണാനില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാതെ ആ പേരൻസ് സങ്കടപ്പെട്ട് തൻ്റെ മകളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ 10 വർഷമായിട്ട് നമ്മുടെ കേരളക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല. എന്നാലും അറിയുന്നവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. ജുനൈദാണ് ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് വന്ന വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോയുടെ താഴെ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഏറ്റുപിടിച്ച ഒരുപാട് പേര് വീഡിയോ ഇടുന്നതിന് അനുസരിച്ച് അതിലും ഒരുപാട് പേര് നെഗറ്റീവ് കമൻസ് പറയുന്നവരുണ്ട്. ഞാൻ ഈ നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് മാത്രമുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാൻ ചോദിക്കട്ടെ, ഒരു കുട്ടിയെ കാണാനില്ല. പോലീസും നമ്മുടെ ഗവൺമെന്റും എല്ലാം ഉപേക്ഷിച്ച കേസ്, നഷ്ടപ്പെട്ടു എന്ന് അല്ലെങ്കിൽ മരിച്ചു എന്ന് തറവായിട്ട് എഴുതി വെച്ച ഒരു കേസാണ് ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടിയുടെ കഥ. പക്ഷെ പേരൻസിന് അറിയാം കുട്ടി മരിച്ചിട്ടില്ല, എവിടെയോ എൻ്റെ കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആ പേരൻസിന് ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഈ ജുനൈദ് ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ അവർക്ക് കിട്ടുന്ന ഹോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് മക്കളെ നഷ്ടപ്പെട്ട ഓരോ പേരൻസിനും അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്ന ഓരോ പേരൻസിനും അത് ഫീൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഇതൊരു വെറും വാർത്തയാണ്, മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് വ്യൂസിന് വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ നിങ്ങൾക്കൊന്നും നാണില്ല. ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. കാരണം നഷ്ടപ്പെടുന്നവനെ അതിന് വേദന അറിയുള്ളൂ. ഈ നെഗറ്റീവ് കമൻസ് അടിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഈ പേരൻസിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പേരൻസിന് വേണ്ടി നടന്നവരാരെങ്കിലും ഇല്ല. ഞാൻ പോലും നടന്നിട്ടില്ല. ഞാൻ പോലും ഈ കേട്ടറിവുകൾ വെച്ചിട്ട് തന്നെയാണ്, ഈ കണ്ടറിവുകൾ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് പോലും. പക്ഷെ ജുനൈദിന്റെ ഭാഗത്ത് ഒരു സൈഡിൽ ഒരു 90% ശരി ജുനൈദിന്റെ ഭാഗത്തുണ്ട്. കാരണം ആ വ്യക്തി നടക്കുന്ന വഴികൾ, അന്വേഷിക്കുന്ന വഴികൾ ആ പേരൻസിന്റെ കൂടെയാണ്. അയാൾ ഒറ്റയ്ക്കല്ല, ആ പേരൻസ് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ആ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ പേരൻസിലില്ലാത്ത നെഗറ്റീവ് എന്തിനാണ് മറ്റാൾക്കാർക്ക് എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്ക് ക്രിമി കടിക്കുന്നുണ്ട്? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുക. പേരൻസിന് ആ പ്രശ്നമില്ല. അവന്റെ കൂടെ നിന്നിട്ടാണ് ഈ ലോകത്തായ ലോകം മൊത്തം ആ കുട്ടിയെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അത്രയും പ്രതീക്ഷയോടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജുനൈദിനെ സഹായിക്കുന്ന ഒരുപാട് പോലീസ് ഓഫീസർ, ആളുടെ ലൈവ് കണ്ടാലും അതേപോലെ ആളുടെ വീഡിയോസ് കണ്ടാലും മനസ്സിലാവും, ആളുടെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ആളെ ഏറ്റുപിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങളെ പോലീസിന് മുന്നിൽ കൊണ്ടുവരും, നിങ്ങൾ നിയമ നടപടിക്ക് മുന്നിൽ കൊണ്ടുവരും. ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ നിങ്ങളെ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറയാൻ മാത്രം നിങ്ങൾക്ക് എന്ത് റൈറ്റ്സാണ് ഉള്ളത്? നിങ്ങൾ ഒരു രീതിയിൽ ആ കുട്ടിക്ക് വേണ്ടി നടന്നിട്ടുണ്ടോ? ഇനി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ലൂപ്പ് ഹോൾ കിട്ടിയിട്ടുണ്ടോ? ആ പേരൻസിനെ സമാധാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു പേരന്റ് തന്റെ മക്കളെ നോക്കി കാണുന്ന രീതി എങ്ങനെയാണ് ഞാൻ പറയണ്ട. കേരളത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും അറിയാം, അത്രയും അമ്മ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. ആ അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വേദന 10 വർഷമായിട്ട് ഇന്നും അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഈ നെഗറ്റീവ് അടിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആരും നെഗറ്റീവ് കമന്റ് അടിക്കുക. എല്ലാവരും ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ചെയ്യാം. ഇതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയട്ടെ, ജുനൈദിന്റെ ഒരു വീഡിയോയിലൂടെ വീഡിയോ വൈറലായതുകൊണ്ട് മാത്രമാണ് ഒരുപാട് പേർക്ക് ആ ആളെ സഹായിക്കാൻ പറ്റിയത്, ഒരുപാട് ഹിന്റ് കൊടുക്കാൻ പറ്റിയത്. ഇന്നും അല്ലെങ്കിൽ പുറത്ത് നമ്മുടെ അയൽ സംസ്ഥാനത്ത്, നമ്മുടെ തമിഴ്നാട്ടിലോ ബാംഗ്ലൂരോ എവിടെയെങ്കിലും ആവട്ടെ, എവിടെയോ ആ കുട്ടി ഉണ്ടെന്ന് പറയപ്പെടുമ്പോൾ ഈ വീഡിയോയിലൂടെ തന്നെയാണ് അത് റീച്ച് ആയത്. അല്ലെങ്കിൽ വീഡിയോ അല്ലാതെ അല്ല ഒരിക്കലും അത് റീച്ച് ആയത്. വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് ഒരുപാട് പേർക്ക് അയാളെ സഹായിക്കാൻ പറ്റിയത്, അല്ലേ? ആന്ധ്രാപ്രദേശും മധ്യപ്രദേശും അവിടെ ഇവിടെ ഉണ്ടെന്നല്ല പറയുന്നത്, ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് ജുനൈദ് എക്സാക്ട് എടുത്ത് പറയുന്നുണ്ട്. അത് ആ കുട്ടിയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ പേരൻസിന് തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷ, ആ പേരൻസിന് സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്കി. അത് ആലോചിച്ചിട്ട് വേണം ബാക്കി സംസാരിക്കാൻ. അല്ലാതെ വെറുതെ ഇരുന്ന് ഒരു പണി എടുക്കാതെ വീഡിയോയും കണ്ട് അതിന്റെ അടിയിൽ വന്നിട്ട് കുറെ നെഗറ്റീവ് കമന്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും?
എന്ത് കിട്ടും? ഒന്നും കിട്ടാൻ പോണില്ല. പിന്നെ അയാള് നെഗറ്റീവ് ചെയ്യുന്നുണ്ടോ പോസിറ്റീവ് ചെയ്യുന്നുണ്ടോ എന്താണെങ്കിലും എന്റെ വശത്ത് നോക്കുമ്പോൾ അയാൾ ചെയ്യുന്നത് ശരിയാണ്. ആ പേരൻസിന് കിട്ടുന്ന സന്തോഷം, അവരെ കൂടെ നിന്ന് സഹായിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രതീക്ഷ ഇന്നും ആ കുട്ടി ജീവനോടെ ഉണ്ടെന്നാണ്. ആ പ്രതീക്ഷയ്ക്ക് നിങ്ങളായിട്ട് എന്തും ചെയ്യരുത്, വെള്ളം പോലിരിക്കരുത്. അത്രയും ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ അവർ ശ്രമിക്കട്ടെ. എന്നിട്ടും കിട്ടിയില്ല, ഇത് കാലങ്ങളായിട്ട് തുടർന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റ്സ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെ തുടർന്ന് പോവുക തന്നെയാണ്. വർഷങ്ങളോളം ഇത് വീണ്ടും തുടർന്ന് പോവുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഈ കുട്ടിയെ കണ്ടുപിടിച്ചാൽ ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. എന്തൊക്കെ ഫോർമാലിറ്റീസ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ആ കുട്ടി ഇവരുടെ മകളാണ് എന്നുള്ളത് തെളിയിക്കാൻ പറ്റുക. നിങ്ങൾക്ക് തന്നെ അറിയാം. ഇപ്പം ആ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ വേറൊരു വീട്ടിൽ ആ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ പേരൻസ് അവളെ അത്ര വേഗം കൊടുത്തു വിടും. അതെന്റെ കുട്ടിയല്ല, അത് അവരുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വേണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നത്, പോസിറ്റീവ് ഇട്ടില്ലെങ്കിലും നെഗറ്റീവ് ഇട്ടിട്ട് ആ പേരൻസിന്റെ പ്രതീക്ഷകളെ നശിപ്പിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ.